ഹലോ കൃഷ്ണക്കോട്ടനെ ചാനൽ പുതിയൊരു വീഡിയോ എല്ലാവരും സ്വന്തം കേസ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു പെറ്റ് എന്തായാലും വാങ്ങാൻ പോകട്ടെ. അതായത് ഒരു ബേഡാണ്. അപ്പം അത് നമ്മൾ പോയി വാങ്ങി കൊണ്ടുവരണം അങ്ങനത്തെ ഒരു വീഡിയോ എന്തായാലും ചെയ്യാൻ തോർത്തു. പക്ഷേ അത് സംഭവം പാടെ തെറ്റിയാട്ടോ. അതെന്തായാലും ഞാൻ പറഞ്ഞുതരാം അതെന്താണെന്നുള്ളത്. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് എന്തെങ്കിലും കിളി കാണിച്ചില്ല. അത് വീടിനകത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബേഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ സാധനം നമ്മൾ ഇന്ന് വാങ്ങി വീടിനകത്തിരിക്കുകയാണ്. അപ്പോൾ അതിനെന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് കാണിക്കുന്ന ഒരു വീഡിയോ എന്തായാലും അപ്ഡേഷൻ എന്തായാലും കാണിക്കാമെന്ന് ഓർത്തേട്ടാ. നിങ്ങൾ മുഖേനയാണ് എനിക്കത് വാങ്ങാൻ പറ്റും. അതായത് യൂട്യൂബ് റവന്യൂ വെച്ചിട്ടാണ് ആ സാധനം വാങ്ങിയത് കേട്ടോ. യൂട്യൂബ് റവന്യൂ ഒരു 22, അതായത് കഴിഞ്ഞ മാസം നമ്മൾ വീഡിയോ കിടുന്നതിൻ്റെ റവന്യൂ അടുത്ത മാസം, അതായത് ഈ മാസം ഒരു 22 to 25 ഒരു എമൗണ്ട് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് എത്രയാണ് കിട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. അതായത് $100 to $150 എമൗണ്ടാണ് കേട്ടോ. അതിനകത്തുള്ളൊരു എമൗണ്ട് ഇങ്ങനെ മാറി നമുക്ക് കിട്ടണം, മാസം കിട്ടണം. സെറ്റപ്പ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ വാങ്ങണ ഒരു പെറ്റ് എന്തായാലും നിങ്ങൾക്ക് കാണിക്കാമെന്ന് ഓർത്തേട്ടോ, നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്ത്. അപ്പോൾ എന്തായാലും അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് വണ്ടി ഒന്നും എടുത്തുകൊണ്ട് പോയിട്ടില്ല, ഒരു കണ്ടം വൈബ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ടോ. ഈ വീഡിയോ കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. അപ്പോൾ എന്തായാലും നമ്മളപ്പം V3 കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 390 പലരും ചോദിച്ചിട്ടുണ്ട്. അത് 390 നമ്മൾ ഇപ്പം വീടിൻ്റെ ഫ്രണ്ടിലല്ല കേട്ടോ, സൈഡിലാണ് വയ്ക്കുന്നത്. ഇവിടെ കാക്ക ശല്യമുണ്ട്. ഈ മരത്തിൽ ഇരുന്നിട്ട് ഇവിടെ കാക്ക അപ്പിയിട്ട് ഫുള്ള് ചളവാക്കും. ഇതിനെ മാത്രമേ ഇവിടെ വയ്ക്കൂ. അതായത് ഈ തുണ്ടോ ഓട്ടത്തിനൊക്കെ ഈ വണ്ടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അവിടെ 390 വന്നിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു കണ്ടോ. അപ്പോൾ ഇതാകുമ്പോൾ മഴയും കൊള്ളൂല, വെയിലും അടിക്കില്ല. ഈ സൈഡിലാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ കൂറ സെറ്റപ്പ് ആണെങ്കിലും സേഫാണ് കേട്ടോ. വണ്ടി വെയിലും കൊള്ളൂല, മഴയും അടിക്കില്ല, പൊടിയും അടിക്കില്ല, ഒരു സെറ്റപ്പും ഇല്ല കേട്ടോ. അതാണ്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ സെറ്റപ്പിലേക്ക് പോകാം. എന്തായാലും അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതൊന്ന് നമ്മൾ വാങ്ങി വെച്ചിങ്ങനെ കിളി എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയില്ല. നമ്മുടെ ഈ ചെറിയൊരു വീഡിയോയിൽ പോകുന്ന നമ്മുടെ ചാനൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ബെല്ലൈക്കണൊന്ന് പിടിച്ചിരിക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഇവിടെ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. ഓക്കെ. കേസ് അങ്ങനെ എന്തായാലും ഇനി ബേഡനെ കാണിക്കണ്ട. ഞാൻ ഇവിടെ സിറ്റൗട്ടി വന്നിരിക്കുന്നു. ഈ ഒരു പെട്ടിക്കകത്തോണ്ടിരിക്കുന്ന കേട്ടോ, ഇതുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ ബേഡ് വന്നിട്ട്. ഇത് കുഞ്ഞാണ് കേട്ടോ. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ വലുതല്ല നമ്മൾ വാങ്ങിയത്. ഇത് ടേം ചെയ്ത് നമുക്ക് ഇണക്കി എടുക്കാൻ കണക്കിന് ഈ കുഞ്ഞിനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പം കൈയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട കൈക്ക് എടുത്തോട്ട് ഇങ്ങനെ ഓടി വരും വശം. ഇപ്പം പക്ഷേ അപ്പിയിട്ട് ഇപ്പം അങ്ങനെ എന്തെങ്കിലും കണ്ട ഈ ഒരു കണക്കിന് ഓടി വരും. അത് വലുതായിട്ട് നടക്കാൻ പറ്റുന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് എത്ര 30 ദിവസം പ്രായം അങ്ങനെ എന്തെങ്കിലും ഉള്ളൂ കേട്ടോ. 35 ദിവസം പ്രായമുള്ളതാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതിന് കാലിൽ റിങ് കണക്ക് ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് അതായത് ഇതിൻ്റെ കിളിയുടെ ഐഡിയ ഒക്കെ വെച്ചിട്ട് കാലിൽ റിങ്ങൊക്കെ ഇടും. ആ സാധനം എന്തായാലും ഇതിനില്ല കേട്ടോ. അതെന്തായാലും നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു കിളിയാണ് നമ്മൾ എന്തായാലും വാങ്ങി. ഇതിനെ എന്തെങ്കിലും ടൈം ചെയ്ത് നമുക്ക് വളർത്താൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു സാധനമാണ് കേട്ടോ. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഇതിൻ്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജണ്ടേ കൊണിയർ എന്ന് പറയും കേട്ടോ. സണ്ണ്, അതായത് ഇതിൻ്റെ ഇദ്ദേഹത്തിൽ തന്നെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. സണ്ണെന്ന് പറയുന്ന സൺ കൊണിയർ എന്ന് പറയുന്ന ഒരു ബേഡ് വാങ്ങാനായിട്ട് കണ്ടോ. ഇപ്പോൾ കുഞ്ഞായിട്ട് കയറി അതിൽ ഇരുട്ട് ഭാഗത്തൊക്കെ ചുരുങ്ങിയിരിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. കണ്ട കൈക്ക് സൈഡിലോട്ടൊക്കെ കയറി പോകുന്നു. അപ്പം ഇതാണ് നമ്മുടെ പെറ്റ് കേട്ടോ. ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതിനെ സെറ്റാക്കി എടുക്കാം. അതായത് വീട്ടിനകത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഞൊടിച്ചിട്ട് അല്ലെങ്കിൽ യോബ അടിക്കുമ്പോൾ നമുക്ക് ഇതിന് പേരൊക്കെ ഇട്ട് കേട്ടോ. നമ്മൾ നൈസായിട്ട് പറന്നൊക്കെ വരും അങ്ങനെ. അപ്പോൾ നമ്മളിതിന് പേരൊക്കെ ഇട്ട് ഇതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പേരെന്താണെന്നുണ്ടെങ്കിൽ നോക്കി എന്നാണ് കേട്ടോ. അതായത് നമ്മുടെ ചാനലിൻ്റെ പേരും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടൊരു പേര് ചുമ്മാ ഇട്ട് കേട്ടോ. അതാണ് സെറ്റപ്പ് കണ്ടോ. ഇത് നമ്മൾ നേരത്തെ കുറേ നാൾ കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. നോക്കി അവസാനം നമ്മളൊരു ഇത് പോയി, അതായത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ പോയി എടുത്ത സമയത്തുള്ള വീഡിയോ എന്തായാലും ചെയ്യാത്ത വേറെ ഒന്നുമില്ല കേട്ടോ. ഈ സാധനം എനിക്ക് കിട്ടിയ റേറ്റ് വന്നിട്ട് ഇത് മൊത്തത്തിൽ 8000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഉള്ളത് കേട്ടോ. ഇതിനൊക്കെ നോർമലുള്ള 7,000 മുതൽ 9,000 വരെയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഈ സാധനത്തിന് 8,000 രൂപയായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ ഞാൻ ഇത് വാങ്ങിയപ്പോൾ എനിക്ക് 7,000-നാണ് കിട്ടിയത് കേട്ടോ. അപ്പം അവനാണ് ചെന്ന് എടുത്തിട്ട് വന്നത്. അപ്പം അങ്ങനെ നമുക്ക് എന്തായാലും ഈ സാധനം 7,000-ന് കിട്ടും. നമുക്ക് എന്തായാലും പിന്നെ അത് പോയിട്ട് വൈകുന്നേരമാണ് കൊണ്ടുവന്നത്. അങ്ങനെ അവൻ്റെ കെയർ ഓഫിൽ അവനെന്ന് പറഞ്ഞ് എടുത്ത് അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ എന്തായാലും സാധനത്തിന് വാങ്ങി കേട്ടോ. ഇതാണ്. പിന്നെ ഇതിൻ്റെ വലുതിൻ്റെ ഫോട്ടോ ആണ് ഞാൻ തമ്പനയിൽ കൊടുത്തിരുന്നത് കേട്ടോ. അത് ജസ്റ്റ് ചുമ്മാ കൊടുത്താണ്. നമുക്ക് ടൈം ചെയ്തെടുത്ത്, അതായത് നമുക്ക് ഇണക്കി വളർത്താൻ പറ്റിയത് ഈ ഒരു പ്രായമാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രായത്തെടുത്ത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ, അതായത് ചിറക് ഭാഗത്തൊക്കെ ഇപ്പം പച്ചയാണ് കേട്ടോ. പക്ഷേ ചെറിയ രീതിയിലൊക്കെ മഞ്ഞത് ഇവിടെ ഇത് വളർന്നാലേ അറിയാൻ പറ്റുള്ളൂ. കണ്ടോ ഈ ഭാഗത്തൊക്കെ മഞ്ഞ തൂലുണ്ട്. അപ്പം ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെ മഞ്ഞ ഷെയ്ഡൊക്കെ ചിറകിൽ വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ കുറച്ചുകൂടെ കാണാൻ കൊള്ളായിരിക്കും. പക്ഷേ ഇതിനേക്കാളും എനിക്ക് ഇച്ചിരി കൂടെ താല്പര്യം ഉണ്ടായിരുന്നത് സൺ കൊണിയൂർ എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ താഴെ കൊടുക്കും കേട്ടോ. പക്ഷേ അത് ഇച്ചിരി കൂടെ ഫുള്ള് മഞ്ഞയും ലൈറ്റ് കളറിൽ പച്ച, അത് കാണാൻ കുറച്ചുകൂടെ നൈസാണ് കേട്ടോ. പക്ഷെ അത് എടുക്കാത്തത് ഫണ്ട് ഷോർട്ടേജ് ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബ് റവന്യൂ കിട്ടിയത്
ഇതിപ്പം യൂട്യൂബ് റവന്യൂ കിട്ടുന്ന ഫണ്ട് വെച്ച് ഞാൻ ചെയ്യണത് നമ്മുടെ V3 ഇതുകൊണ്ടിരിക്കുന്നു. V3ക്ക് ഫിനാൻസ് അടയ്ക്കും, അത് 5000. പിന്നെ അത് പോയിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് നമ്മൾ ട്രിപ്പ് പോണതും പെട്രോൾ, പിന്നെ നമ്മുടെ റീചാർജ്, നെറ്റ് റീചാർജ്, അങ്ങനെ നമ്മുടെ ചിലവ് കാര്യങ്ങൾ, എൻ്റെ തട്ടിക്കൂട്ട് സെറ്റപ്പ് അങ്ങനെ പോണത് കേട്ടോ. അപ്പം അതിനിടയിലാണ് ഇങ്ങനൊരു കിളി വാങ്ങിയത്. അപ്പം ഈ ഒരു മാസം ഇനി എന്തായാലും ട്രിപ്പുകൾ കുറവായിരിക്കും കേട്ടോ. എന്തായാലും ട്രിപ്പ് പോകും, പക്ഷേ ഇച്ചിരി കുറവായിരിക്കും. നമ്മൾ ബൈക്ക് എടുത്തിട്ടുള്ള സെറ്റപ്പ് എന്തായാലും കുറവായിരിക്കും. നമുക്ക് വീഡിയോ എന്തായാലും സെറ്റാക്കാം. അപ്പോൾ ഈ ഒരു സാധനം വാങ്ങിയപ്പോൾ തന്നെ ഏകദേശം പകുതി കൂടുതലുള്ള, അതായത് യൂട്യൂബ് റവന്യൂ നിന്ന് പകുതി കൂടുതലുള്ള എമൗണ്ട് എന്തായാലും ഈ ക്ലിക്ക് വേണ്ടി മാത്രമായിട്ടോ. കണ്ടോ, ബാക്കിലൊക്കെ വന്ന് ചുരുങ്ങിയിരിക്കുന്നു. അപ്പം അതാണ് സെറ്റ്. അപ്പം എന്തായാലും ഇതിനെന്തെങ്കിലും ആഗ്രഹമുള്ളതുകൊണ്ട് ചുമ്മാ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞു. നമ്മുടെ ആഗ്രഹങ്ങളല്ലേ, ആഗ്രഹങ്ങളൊക്കെ തീർക്കാനുള്ളതല്ലേ, അതന്നെ. അപ്പോൾ എന്തായാലും വാങ്ങാമെന്ന് ഓർത്തേട്ടോ. നമുക്ക് പിന്നെ ചിലർക്ക് വിചാരിക്കും പൈസ ഇല്ലാത്ത സമയത്ത് എന്ത് കൊഴുപ്പാണ് കാണിച്ചത്, പക്ഷെ അതൊന്നുമല്ല, ക്രേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആശാനെ നമ്മൾ സെറ്റാക്കി എടുക്കും, യോബോയ് പറയിപ്പിക്കും. പിന്നെ ഇത് സംസാരിക്കും എന്ന് പലരും പറയുന്നത്, പിന്നെ ചിലർ പറയുന്നത് സംസാരിക്കില്ല എന്ന് പറയുന്നത്. ഇംഗ്ലീഷുകാരന്മാരുടെ വീഡിയോ കാണുമ്പോൾ ഈ സാധനം സംസാരിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. അപ്പോഴും എന്തായാലും പറ്റുമെങ്കിൽ നമുക്ക് യോബോയ് പറയിപ്പിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഭാവിയിൽ അത് സെറ്റാവും. ഇത് ഏകദേശം 2 വർഷം ആകുമ്പോഴൊക്കെയാണ് പൂർണ്ണ വളർച്ച എത്തുന്നത്. ഇതിൻ്റെ കറക്റ്റ് കളർ അറിയാൻ പറ്റുന്നത്. ഈ ഹെഡിലൊക്കെ വന്നിട്ട് നല്ല, ഈ ഹെഡ് ഭാഗത്ത് കണ്ട നല്ലോണം മഞ്ഞവും, പിന്നെ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ റെഡ്, അതായത് മഞ്ഞയും ചുവപ്പും കളറിങ് ഇങ്ങനെ അടിഭാഗത്തു നിന്ന് ഫുള്ള് കയറി വരും കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് വളർച്ച ആകുമ്പോഴേ അറിയാൻ പറ്റും. ഇത് ഏകദേശം 35-36 ദിവസം എന്താ ആയുള്ളൂ കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രായം വന്നിട്ട്. നമുക്ക് എടുത്ത് വളർത്താൻ പറ്റിയ പ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20, അതായത് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് 20 ദിവസത്തിന് ശേഷം 20 to 40 ദിവസം, 40-50 ദിവസത്തിനകത്ത് നമ്മൾ ഈ സാധനം എടുത്ത് വളർത്തി കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നൈസായിട്ട് നമുക്ക് ഇണങ്ങി വരും കേട്ടോ ഈ സാധനം. ഓക്കെ, പിന്നെ ഞാൻ എന്തായാലും ഇതിനു മുന്നേ, അതായത് വയറിലൊക്കെ വെച്ചാൽ നമ്മൾ വയറിൽ വെച്ചിട്ട് ബാ എന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ഷൂളോടിച്ച് ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മുടെ മുഖത്ത് അടുത്തോട്ട് വരും കേട്ടോ. അങ്ങനെയാണ് സെറ്റപ്പ്. പിന്നെ കൈ ഇതേമാതിരി വെച്ച് കഴിഞ്ഞാൽ കൈക്കൊക്കെ നടന്നു വരും, പക്ഷേ അതിനോട് ഭയങ്കര നടക്കാനുള്ള ഇതൊന്നും ആയില്ല കേട്ടോ. അതിന് വന്നിട്ട് കണ്ട ഇങ്ങനെ ഒരു പതുങ്ങി ഇങ്ങനെ ഇരിപ്പ്, ആ ഒരു ഇരിപ്പാണ്, തീരെ കുഞ്ഞായതുകൊണ്ട്. അതിനെന്തായാലും ഇതാണ് നമ്മുടെ ബേഡ് വന്നിട്ട്. ഇതിപ്പോൾ എന്തായാലും ഈ സാധനത്ത് ഞാൻ പറഞ്ഞല്ലോ പേരിട്ടെന്ന്. അപ്പം നോക്കിന്നൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ വീടിനകത്തൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വീടിനകത്തിട്ട് വളർത്താനുള്ള പ്ലാനാണ് കേട്ടോ. പിന്നെ ഇതിനൊരു കൂടൊക്കെ എന്തെങ്കിലും വാങ്ങണം. പക്ഷേ തൽക്കാലം ഇപ്പോൾ ഇതേമാതിരിയുള്ള ഒരു ട്രാക്കകത്തിട്ട്, അതായത് ഇനിയൊരു 2 ആഴ്ച കൂടെ ഇതേമാതിരിയുള്ള ട്രാക്കകത്ത് കിടക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആശാൻ ചിറക് കാണിച്ചു തുടങ്ങും കേട്ടോ. ആ സമയത്ത് എന്തായാലും ഇതിന് ഇച്ചിരി കൂടെ വലിയ കൂട് വാങ്ങണം. ഒരു വലിയ കൂട്, അതായത് ഒരു എന്താ പറയുക, ഒരു 1000 രൂപയ്ക്കകത്താവും കേട്ടോ. ഒരു കൂട് എന്തായാലും വേണം. ആ കൂട്ടിനകത്തിട്ട് ആശാനെ സെറ്റാക്കി എടുക്കണം. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും വീട്ടിനകത്ത് തന്നെ ഇട്ട് സെറ്റാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അതായത് വീടിനകത്തിട്ട് തന്നെ ഇണക്കി വളർത്താനുള്ള പരിപാടിയാണ്. ആ കണക്കിനാണ് നമ്മൾ ഈ സാധനം എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പേരൊക്കെ എടുത്തിട്ടുണ്ട്, നോക്കി. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ചുമ്മാ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ നമ്മൾ ഇൻസ്റ്റയ്ക്കകത്ത് സ്റ്റോറി ഇടും കേട്ടോ. അതാണ്. അപ്പോൾ എന്തായാലും അതിനിടയിൽ ഒരുപാട് വീഡിയോ ഒന്നും ഇതിനെക്കുറിച്ച് എന്തായാലും ചെയ്യണില്ല. ജസ്റ്റ് ഒന്ന് എന്തായാലും സാധനം വാങ്ങിയിട്ടുണ്ടെന്നുള്ളത് എന്തായാലും നിങ്ങൾ അറിയിക്കാമെന്ന് ഓർത്തിട്ട്. അതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മാസം ഭയങ്കര ടൈറ്റ് ആയിരിക്കും ഈ സാധനം വാങ്ങിക്കൊണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത മാസം മുതൽ നമുക്ക് പവറാക്കാം. പക്ഷേ ഈ ഒരു മാസം ഇച്ചിരി ഇതായിരിക്കും കേട്ടോ. അതായത് ട്രിപ്പ് നമ്മളെന്തായാലും പോകും, എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള ട്രിപ്പ്, ബൈക്ക് വീഡിയോസൊക്കെ നമ്മളെന്തായാലും ചെയ്യും. പക്ഷേ ഇച്ചിരി കുറവായിരിക്കും, വീഡിയോസ് കുറവായിരിക്കും. അതാണ് സെറ്റപ്പ്. ഈ സാധനം വാങ്ങി എൻ്റെ ഹാങ് ഓവർ മാറട്ടെ ഈ ഒരു മാസം. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഈ ഒരു മാസത്തെ ഉള്ള ടൈറ്റ് മാത്രം തന്നെ അടുത്ത പ്രാവശ്യം തൊട്ട് സെറ്റാവും. അപ്പോൾ ഇത് ഫുൾ വളർച്ചയ്ക്ക് എത്തിയതിന് ശേഷം പിന്നെ നമുക്കുള്ള അപ്ഡേഷൻ എന്തായാലും സെറ്റ് ചെയ്യണം. പക്ഷേ ഒരു 3 മാസം കഴിയുമ്പോൾ നല്ലോണം ഐഡിയ കിട്ടും. അത് ഫുള്ള് ഫെദറൊക്കെ നമുക്ക്, അതായത് ഈ ബോഡി ഭാഗത്തൊക്കെ വൈറ്റായിട്ട് ഇരിക്കുന്നിടത്തൊക്കെ പച്ചയും പിന്നെ മഞ്ഞയൊക്കെ കളർ കയറി വരും. പക്ഷെ അതുവരെ ഇച്ചിരി പാടായിരിക്കും കേട്ടോ. കണ്ട കയ്യിലോട്ട് കയറണുണ്ടോ? പിന്നെ നോർമലി ഇതിനൊക്കെ ഫുഡ് കൊടുക്കുന്ന സിറിഞ്ചിലൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് കരയണ ആ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിന് അങ്ങനെയൊന്നുമില്ല. വായില്ല കുന്നലപ്പനാണോ അത് പൊട്ടനാണോ എന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ. ഒന്നും സംസാരിക്കില്ല, മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്നു, ഒന്നും അറിയാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര ക്രേസ് ആയിരിക്കും. നമ്മളിപ്പോൾ നേരത്തെ നമ്മുടെ പപ്പി ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ തന്നെ, പപ്പിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളത് വാങ്ങി കൊണ്ടുവരുന്ന സമയത്തും പിന്നെ നമ്മളിവിടെ വളർത്തുന്ന സമയത്തൊന്നും ഒരു സീനുമില്ല. നമ്മൾ നൈസായിട്ട് നല്ല കിടിലം വൈബ് തന്നെ ആയിരിക്കും. പക്ഷേ ഈ സാധനമൊക്കെ ചത്തു പോകുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും വേണ്ടായിരുന്നു, നമുക്ക് വളർത്തേണ്ടായിരുന്നെന്നൊക്കെ തോന്നും കേട്ടോ. അതാണ് ഈ ഒരു ബേഡ്, അതായത് ഈ കൊണിയൂർ വിഭാഗത്ത് ബേഡൊക്കെ വന്നിട്ട് ഏകദേശം 30 വർഷം വരെ ഏകദേശം ജീവിച്ചിരിക്കും കേട്ടോ. അപ്പം ഇപ്പം നമ്മളിങ്ങനെ വളർത്തി കഴിഞ്ഞാൽ ദൈവം സഹായിച്ച ഒരു പ്രശ്നം വരാതിരുന്നു കഴിഞ്ഞാൽ ഏകദേശം 30 വർഷം വരെ, അതായത് ഇത് ഇനി എൻ്റെ ലൈഫിൽ ഏകദേശം പകുതി എൻ്റെ ലൈഫ് അവസാനം വരെയൊക്കെ ഈ സാധനം എന്തായാലും കാണും കേട്ടോ. അപ്പം അങ്ങനൊരു നല്ല ഇച്ചിരി ലോങ് ലൈഫൊക്കെ ഉള്ളൊരു ബേഡാണ് ഈ ഒരു ബേഡ് വന്നിട്ട്. ഇപ്പോൾ എന്തായാലും അടിപൊളി. ഇപ്പോൾ ഈ ഒരു പ്രൈസിന് എന്തായാലും കുഴപ്പമൊന്നുമില്ല, വേറെ സീനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 30 വർഷം വരെ നമ്മുടെ കൂടെ സാധനം എന്തായാലും ഉണ്ടാവും.
പിന്നെ നമ്മൾ ഇത് എപ്പോഴും ഞാൻ പിന്നെ വീട്ടിലൊക്കെ തന്നെയല്ല കൂടുതൽ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ എന്തെങ്കിലും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പം ആ ഒരു സമയത്ത് എന്തായാലും ഇതിനെ ഫുള്ള് അതായത് നമ്മളിങ്ങനെ കൂടെ തന്നെ വെച്ച് അതായത് നമ്മളെ കൂടെ തന്നെ വെച്ച് ഇങ്ങനെ ഇണക്കി എടുക്കാൻ വേണ്ടി നല്ലോണം ടൈം ആകും കേട്ടോ. അപ്പം പിന്നെ അതിനുശേഷം ഫുള്ള് സെറ്റാക്കി എടുക്കാം. ചുമ്മാ ഒരു ക്രേസിന് എന്തായാലും വീട്ടിൽ വളർത്തണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരു 5000 രൂപ അകത്തായിരുന്നു കേട്ടോ. പക്ഷേ കാണാൻ കൊള്ളാമെന്നുള്ള സൺകോണിയൂർ ഇതിൻ്റെ വേറൊരു ഇനമാണ്. അത് വേറൊരു വെറൈറ്റിയാണ് സൺകോണിയൂർ എന്ന് പറയും. അത് പക്ഷേ നൈസാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സാധനം വന്നിട്ട്. പക്ഷേ അതിനിടയിൽ അതിന് വേണ്ടിയിട്ട് പൈസ ചിലവായി കഴിഞ്ഞാൽ 10,000 12,000 ആ ഒരു റേഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. നല്ല റെഡ് ഫാക്ടറൊക്കെ എന്താ പറയും ഫാക്ടറൊക്കെ പറഞ്ഞ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അതൊന്നും വാങ്ങാനില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം തന്നെ നമ്മളെന്തായാലും വാങ്ങാൻ ഓർത്ത് കുഴപ്പമില്ല. ജണ്ടേ കോണറും കുഴപ്പമില്ല. പക്ഷേ ഇതിനേക്കാളും താഴോട്ടൊക്കെ ഉള്ള വെറൈറ്റി ഉണ്ട് കേട്ടോ. അത് പൈനാപ്പിൾ പിന്നെ ഗ്രീൻ ചീക്ക് അങ്ങനെ എന്താ പറയുന്നത് കുറേ വെറൈറ്റി ഉണ്ട്. പക്ഷേ അതൊന്നും വലിയ കളർ വലിയ ഗുമ്മില്ല, ഒരുമാതിരി നരച്ച കളർ പോലെയൊക്കെ ഇരിക്കണം. പക്ഷേ അതൊക്കെ 5000 രൂപയ്ക്കകത്തേ ഉള്ളൂ കേട്ടോ. 3000 2500 3000 രൂപ മുതൽ 5000 രൂപയ്ക്കകത്തൊക്കെയാണ് അതിൻ്റെ റേറ്റൊക്കെ പറഞ്ഞത്. പക്ഷേ അന്ന് നമുക്ക് താല്പര്യം നമുക്ക് വാങ്ങുമ്പോൾ എന്തായാലും ഇച്ചിരി കൊള്ളാമെന്നുള്ള വാങ്ങാമെന്ന് വെച്ചു. ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് അണ്ണായിരുന്നു, രണ്ടും കൊള്ളാം. അപ്പം എന്തായാലും ഇതെടുത്ത് അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സാധനത്തിന് എന്തായാലും നമ്മളിനി രാവിലെ ഫുഡ് കൊടുത്തിന് എന്തായാലും ഫുഡ് കൊടുക്കുന്ന സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ കൊച്ചു കുട്ടികൾക്ക് മറ്റേ അംഗൻവാടി എന്നൊക്കെ ഇങ്ങനെ മറ്റേ എന്താ പറയുക പൊടി കണക്ക് സാധനം ഇരിക്കില്ല, അതിന് നമ്മൾ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഇങ്ങനെ സിറിഞ്ചിൽ ഇതിൻ്റെ വായിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം അത് ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്തായാലും ഫുഡ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ടുണ്ട്, അവന് കുറച്ച് കാര്യം പറയും. ഈ സാധനം വാങ്ങിയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് അപ്പം അവന് കുറച്ച് കാര്യമുണ്ട്, അവൻ്റെ കൂടെ ചോദിച്ചിട്ടൊക്കെയാണ് കാര്യങ്ങൾ സെറ്റാക്കണം. പിന്നെ എന്തായാലും ഇതിൻ്റെ ലെഗിലൊക്കെ പറഞ്ഞ റിങ് എന്തായാലും നമ്മൾ പിന്നെ സെറ്റാക്കുമ്പോൾ അതെന്തായാലും സ്റ്റോറിയിട്ടൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയില്ല. ഇന്നത്തെ വീഡിയോയുടെ വിശ്വാസം ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പോൾ ഇതിൽ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ തുടങ്ങി.